ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തീരപ്പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് വീതം ക്യാരറ്റും ക്യാബേജും, അതുപോലെ തന്നെ 1/2 കപ്പ് ബീൻസും. ഇനി കുറച്ച് 2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ് വെളുത്തുള്ളി, അതുപോലെ കുറച്ച് വലിയ ഉള്ളിയും ഉള്ളിത്തണ്ടും. ഇത്രയുമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇഞ്ചി ചേർത്തിട്ടില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞത് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നിറം മാറുമൊന്നും വേണ്ട, ചെറുതായി ഒന്ന് വഴറ്റിയാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ക്യാബേജും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിനുള്ളതല്ലേ, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മാത്രം മതി. നല്ലതുപോലെ വേവിക്കുകയോ അല്ലെങ്കിൽ കളർ മാറുന്നത് വരെ നല്ലതുപോലെ വേവിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാട്ടോ, എല്ലാവരും ട്രൈ ചെയ്യണം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ, ചെറിയൊരു പുളിപ്പിനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ സൈഡിലേക്ക് മാറ്റി നടുവിലായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഏകദേശം 3 കപ്പ് വേവിച്ചെടുത്തിരിക്കുന്ന റൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റൈസ് വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെന്ത് പോവാതെ ശ്രദ്ധിക്കണം. 3 കപ്പ് വെന്ത റൈസും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് 2 മുതൽ 3 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ടും ചേർത്ത് 2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ റൈസൊക്കെ ഉടഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇളക്കാതെ ഒന്ന് ടോസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പും പാകത്തിനുണ്ടോ എന്ന് നോക്കിക്കൊള്ളണം. താല്പര്യമാണെങ്കിൽ 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇപ്പം നല്ലതുപോലെ ഇളക്കി നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം പ്രീക്കൂസ് കിച്ചൻ. ബൈ.